അടിച്ചതിന്റെ മുന്നിൽ ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞല്ലോ സാർ, അവന്മാര് സാറിനെ പറ്റി പറഞ്ഞ എന്നിട്ട് എനിക്കൊരു 6 കിട്ടി 5 തൊഴിൽ. സാറിന് പച്ചത്തെറി പറയുന്നത് കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. കള്ള മൂരാച്ചി, എരപ്പേ, നാണം കെട്ട നായെ, സെക്രട്ടറി എന്നും പറഞ്ഞ് ബോർഡ് കയറി ചെയർമാന്റെ ചെരുപ്പൂരി നക്കണം നാളെ. ഇങ്ങനെ തന്നെയാ ഞാൻ അവരോട് പറഞ്ഞത് നിർത്താൻ. അതിനാണ് അവരെന്നെ ചവിട്ടി പെരട്ടി പബ്ലിക് റോഡ് കൂടിയിട്ട് വലിച്ചത്. സാറേ, പിന്നെ കേട്ട തോന്നിയാസൊന്നും ഇവിടെ പറയാൻ കൊള്ളൂല. പറയണൊരു പറയട്ടെ, നിങ്ങൾ അതിൽ ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പാപ്പൻ വേലായുധന്റെ കാര്യത്തിൽ ഇവിടെ ഉള്ളവർക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ എന്റെ പേരിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നു. പക്ഷെ അത് ഇത്രത്തോളം വരുമെന്ന് കരുതിയില്ല. അവർക്കെന്നെ സെക്രട്ടറി സ്ഥാനത്ത് നീക്കിയല്ലേ വേണ്ടൂ. അതിനു മുമ്പ് തന്നെ ഈ ഭാരം ഞാൻ അങ്ങോട്ട് ഇറക്കി വെച്ചേക്കാം. അച്ഛന്റെ മരണം കഴിഞ്ഞ് ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഓഫീസിലെത്തുന്നത്. അതിനിടയ്ക്ക് നിങ്ങളുടെ ഈ രാജിക്കത്തും. ഇല്ല മിസ്റ്റർ പൊതുവാൾ, ഞാനിത് സ്വീകരിക്കില്ല. അങ്ങനെ പറയരുത് മാഡം. ബോർഡ് മെമ്പർമാരിൽ താങ്കളെപ്പോലെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവർ കുറയും. മറ്റുള്ളവരുടെ ഉദ്ദേശം ഏറെക്കുറെ എനിക്കറിയാം. ദേവസ്വത്തോട് കൂറുള്ള ഒരാളെങ്കിലും വേണ്ടതിൽ എന്റെ അപേക്ഷയാണ്. ഇത് തിരിച്ചു വാങ്ങിക്കൂ. എന്നെ നിർബന്ധിക്കരുത് മാഡം. ഇനി ഈ ബോർഡ് മെമ്പർ സ്ഥാനം തുടരാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ സ്ഥാനത്തേക്ക് വേറൊരാളെ ഇവിടെ ഉള്ളവർ തന്നെ തിരഞ്ഞെടുത്തോളൂ. എന്നോട് ക്ഷമിക്കണം. ഉത്സവത്തിന് മുമ്പായി കണക്കുകളെല്ലാം ശരിയാക്കണം. ഇനി അതിന്റെ പേരിൽ ഒരു പൊല്ലാപ്പുണ്ടാകണ്ട. എന്താ? ഞാനൊന്ന് കാണണമെന്ന് വെച്ചിട്ട് ഓഫീസിൽ വന്നിരുന്നു. എന്താ വിശേഷിച്ച്? ഒരാളുടെ ജോലിക്കാര്യമാണ്. തിരുമേനിയും തുടങ്ങിയോ ശുപാർശ? നിയമനത്തിന്റെ കാര്യത്തിൽ ചെയർമാന്റെ ഭാഗത്ത് ഇപ്പൊ തന്നെ ആക്ഷേപമുണ്ട്. എന്നാലും തിരുമേനി പറഞ്ഞ സ്ഥിതിക്ക് നോക്കാം. ആരാള്? മുമ്പ് ആഠ്യത്വവും ജന്മിത്വവും ഒരുമിച്ച് എന്ന ഒരു ഇല്ലത്തെ പ്രജയാണ്. ഇപ്പൊ ഒക്കെ ക്ഷയിച്ചു. നിത്യവൃത്തിക്ക് എന്നെ കട്ടിയായി. പേര് കിഴക്കേടത്തെ ബ്രഹ്മദത്തൻ. എന്താ? ഒന്നുമില്ല. അദ്ദേഹത്തോട് വൈകിട്ട് എന്നെ വന്ന് കാണാൻ പറയൂ. ഞാൻ വീട്ടിലുണ്ടാവും. ഡ്രൈവർ, എന്താ? എന്നോട് തന്ത്രി പറഞ്ഞു ഇവിടെ വന്ന് കാണാൻ. ജോലിയുടെ കാര്യം? അതെ. ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ ഇരിക്കണം. ദേവസ്വം പുതുതായി നിയമനം നടത്തുന്ന ജീവനക്കാർക്ക് പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞിരിക്കുന്നല്ലോ. ഉവ്വ, തന്ത്രി എല്ലാം പറഞ്ഞിരുന്നില്ലേ? ഇവിടുന്ന് എന്നെ ഒന്ന് സഹായിക്കണം. എന്തെങ്കിലും ഒരു പണി. എന്ത് പണിയാവാം? നാട് മുഴുവൻ സംബന്ധം ചെയ്ത് കാലം കഴിച്ച നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തൊഴിൽ വശമുണ്ടോ? അതൊക്കെ പറഞ്ഞെന്നെ നോവിക്കല്ലേ. ഇല്ലത്തെ കാര്യം വളരെ കഷ്ടത്തില്. ഞാൻ അവിടുത്തെ കാല് പിടിക്കാം. അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇദ്ദേഹത്തെ? മൂത്തേടത്ത് പൂമുള്ളി മണിക്കിലെ വലിയ തിരുമേനി സർവശ്രീ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. തന്തയ്ക്ക് പറക്കാത്തവൻ എന്ന ബഹുമതി എനിക്ക് നേടിത്തന്ന എന്റെ അച്ഛൻ തിരുമേനി. അമ്മയ്ക്ക് മതിയായില്ലേ? ഇനി വേണ്ട, ഒന്നും പറയണ്ട. പോകത്ത്. നിന്നോട് പോകാനാണ് പറഞ്ഞത്. തിരുമേനി എന്തിനിങ്ങോട്ട് വന്നു? സരസു, ഞാൻ വേണ്ടായിരുന്നു. മുമ്പ് എന്നെ കുറ്റപ്പെടുത്തി തറവാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ബന്ധം ഒഴിഞ്ഞപ്പോഴും ദേഷ്യമേ തോന്നിയുള്ളൂ. അമ്പലം നടക്കിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് എന്റെ മോനെ ആട്ടി അകറ്റുന്നത് കണ്ടപ്പോൾ സങ്കടമല്ല, അമർഷമായിരുന്നു ഉള്ളിൽ. മറ്റുള്ളവരെ അനാഥരാക്കി സ്വന്തം സുഖം തേടിപ്പോയ ആളിനോട് വൈരാഗ്യമായിരുന്നു. പക്ഷെ അപ്പോഴും എന്റെ ആഢ്യം തിരുമേനി എന്നുള്ളിൽ ഒരല്പം ആരാധന ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ
സ്വന്തം മകന്റെ മുമ്പിൽ യാചിക്കുന്ന നിങ്ങളെ കാണുമ്പോ അതും കൂടെ നഷ്ടപ്പെട്ടു. നോച്ചെടുത്തോളം പോരെ, ഇനി എന്തിന്, ഇറങ്ങിപ്പോകൂ. നിൽക്കൂ. ഇത് വെച്ചോളൂ. വേണ്ട. തൊട്ടാൽ അശുദ്ധാവെന്ന് ഭയന്നിട്ടാണെങ്കിൽ അവിടെ വെക്കാം, എടുത്തോളൂ. മോനെ, വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ വേദന കൊണ്ട് പറഞ്ഞതാണ്. ഒരു പടുമുള പോലെ വളർന്നത് കൊണ്ടാവും എല്ലാവരോടും അല്പം ക്രൂരമായി പെരുമാറാൻ എപ്പോഴും എനിക്കിഷ്ടമാണ്, രസമാണ്. നോവിക്കാൻ വേണ്ടി ഞാൻ പലതും പറയും. നൊന്തു എന്നറിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും. അങ്ങനത്തെ ഒരു ദുഷ്ടനാണ് ഞാൻ. എന്റെ ഈ വളർച്ചയ്ക്ക് തറക്കല്ലിട്ട എന്റെ അച്ഛന് നന്ദി. വേണ്ട, ഇത്രയും എന്നാലും പറയണമെന്നുണ്ടായിരുന്നു. പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഇത് വെച്ചോളൂ. ആ, ഇരിക്കണം. ഇദ്ദേഹം മിസ്റ്റർ വാസു, ഞങ്ങളുടെ അസോസിയേഷൻ പുതിയതായിട്ട് തെരഞ്ഞെടുത്ത സെക്രട്ടറിയാണ്. ഇയാൾക്കിവിടെ പാറാവില്ലേ പണി? അതെ. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കേ, എനിക്ക് ഇവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങളൊക്കെ ഓഫീസ് സ്റ്റാഫല്ലേ? MA-യും BA ഒക്കെ ഡിഗ്രി എടുത്തവരുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തില്. എന്നിട്ടൊരു പാറാവുകാരനെ. സാർ, അയാളുടെ ജോലിയെ പറ്റി സംസാരിക്കണ്ട. പഠിപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തെരഞ്ഞെടുത്ത സെക്രട്ടറി ദേവസ്വം ബോർഡ് മെമ്പർ ആവുമല്ലോ. അവിടെ ഈ ജാതി അക്ഷരം അറിയാത്തവനെ സഹിക്കേണ്ടത് ഞാനാ. സാർ, അധിക്ഷേപിച്ച് സംസാരിക്കരുത്. ഞങ്ങൾ തെരഞ്ഞെടുത്തത് ആരായാലും നിങ്ങളത് സ്വീകരിക്കണം. സെക്രട്ടറി തെരഞ്ഞെടുത്ത രേഖയാണ്. സുധാകരൻ, ഞാൻ പറയുന്നത്. സാറിന് ഇനിയും സംശയം ഉണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററോട് ചോദിക്കും. വരൂ. എന്താ സംശയം? ചോദിച്ചോളൂ. പാറാവുകാരന്റെ വേഷത്തിൽ വാസുവിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോഴാ സംശയം തീർന്നു. ഓ, കൂട്ടുകാരനെ ബോർഡിലേക്ക് കൊണ്ടുവരണം. അത് സാധിച്ചല്ലോ. നേരത്തെ അറിഞ്ഞിരുന്നു അല്ലേ? ഉവ്വ്, ഞാനത് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഓർത്താ. അതും കൂടി കണക്കിലെടുത്തിട്ടാവുമല്ലോ നിങ്ങളുടെ ഈ കളി. അതെ. ഇനി എന്താ പരിപാടി? മുൻപ് ഇവിടെ ഭരിച്ച കക്ഷികൾ ചെയ്തത് തന്നെ. കിട്ടാവുന്നിടത്തോളം കാശരാക്ക. നാട്ടുവാഴുന്ന ജനാധിപത്യമല്ലേ? അധികാരം പിടിച്ചെടുക്കാൻ പണം വേണം, അണികളെ നിലക്കി നിർത്താനും. ദൈവത്തിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഊരായ്മക്കാർക്ക് ആവശ്യം വരും. തന്ത്രി കൊടുത്ത സ്റ്റേ ഓർഡർ വിധിയായിരിക്കുന്നു. ലക്ഷങ്ങൾ ചെലവിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ കമ്മ്യൂണിറ്റി ഹാളിന്റെ പണി നിർത്തിവെക്കാൻ. ആ, പുതിയ സെക്രട്ടറിക്ക് വേണ്ടി, ബോർഡ് മെമ്പർക്ക് വേണ്ടി. ഇതിനൊരു എരിവും പുളിയൊന്നും ഇല്ലല്ലോ, തരിപ്പുമില്ല. ബോർഡ് മെമ്പറായിട്ടും പഴയ നക്കടിത്തനം വിട്ടിട്ടില്ലല്ലേ? മെമ്പർ എന്നിട്ടെന്താ ഗുണം? ഇത് രാവിലെ തന്നെ കുളിച്ച് കുറിയും തൊട്ട് പൊറാട്ട് വേഷം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലാതെ 4 കാശിന്റെ വരായി ഉണ്ടോ? അമ്പലത്തിലെ പുതിയ എടുപ്പിന് പണി തുടങ്ങിയപ്പോഴേ ചില്ലറ തടയുന്ന് വിചാരിച്ച അതേ കിളവൻ നമ്പൂരിച്ച് കോടതി കയറി മുടക്കി. ചേട്ടാ, ഒരു മാരണം കഴിഞ്ഞപ്പോ മറ്റൊന്ന്. ആ കോൺട്രാക്ടർമാരുടെ നമുക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. ഇനി പണി നടത്തിയില്ലെങ്കിൽ അവന്മാര് തകരാറാക്കും. എനിക്ക് കിട്ടല് കിട്ടിയില്ലല്ലോ. എടോ, തനിക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 7-7 ആകുമ്പോ വീട്ടിലോട്ട് വന്നാ മതി. വാസു, നീ ആ നമ്പൂതിരിയെ കണ്ടെന്ന് പറ. ഈ സ്റ്റേ ഒന്ന് പിൻവലിക്കാൻ. അയാൾക്ക് വേണേ 10,000-15,000 കൊടുക്കാന്ന് പറ. ഞാൻ പറഞ്ഞ അയാൾ കേൾക്കുവോ? പിന്നല്ലാതെ. എടാ, നീ ഇപ്പൊ വെറും പാറാവുകാരനല്ല, ജീവനക്കാരുടെ പ്രതിനിധിയാണ്, ബോർഡ് മെമ്പറാണ്. അപ്പൊ അതിന്റെ വെയിറ്റ് ഇല്ലേ? ഒന്ന് പറഞ്ഞു നോക്ക്. വാസു വെറുതെ നിന്ന് നേരം കളയണ്ട. ഇനി ഈ കാര്യം പറയാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരികയും വേണ്ട. തിരുമേനി ഒന്നുകൂടി ആലോചിച്ച്. ആലോചനയൊക്കെ കഴിഞ്ഞിരിക്കണം. ദേവസ്ഥാനത്ത് എന്ത് പണിയുന്നതിനും ചില വിധികളുണ്ട്. അതിൽ വിശ്വാസമില്ലാത്തവർ കാണിക്കുന്ന തോന്യാസങ്ങള് കണ്ടു സഹിക്കാനൊക്കില്ല. ഇയാള് പൊയ്ക്കൊള്ളൂ, എനിക്കിവിടെ ജോലിയുണ്ട്. സന്ധ്യാവനത്തിന് നേരായി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ.
അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം നെല്ലയോതി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. പ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം നെല്ലയോതി വന്നു. പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാരാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. വേലി പെണ്ണായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. വേലി പെണ്ണായി നീ വരുമ്പോൾ നല്ലോലക്കുടയിൽ ഞാൻ കൂട്ടുനിൽക്കാം. തുളസീതളമായി തിരുമലരടികളിൽ വീണൻ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും